ഈ ആൾത്താരിൽ സാക്ഷ്യം പറയാൻ നിയോഗിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സെൽവി. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ്. ഞാൻ ഉടമ്പടിയെടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഒരു രോഗസൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തത്. മകൾ സ്കൂളിൽ പോകുന്ന സമയത്തും ഫസ്റ്റ് ടൈം തല ഇറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ സ്ഥിരം സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് തലകറക്കം, ദേഹാസ്വസ്ഥത കാണിച്ചു തുടങ്ങി. വീട്ടിലാണെങ്കിലും ഇത് തന്നെ പതിവായിരുന്നു. നിൽക്കുന്ന ഇപ്പം ആൾ തലചുറ്റി താഴെ വീഴുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും, സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും. അതൊന്നും യാതൊരു കുഴപ്പവും അവൾക്കുണ്ടായിരുന്നില്ല. സ്ഥിരം ഇങ്ങനെ ആയപ്പോൾ സ്കൂളുകാർ തന്നെ പറഞ്ഞു, ഇനി മോളെ സ്കൂളിലേക്ക് വിടണ്ട, വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി, എക്സാം വന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ 5-6 മാസം വരെ സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. അറിയാൻ കാരണം പണ്ട് എപ്പോഴോ ഞാൻ ഈ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആരും പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു കൃപാസനം എന്നൊരു പേര് ഉള്ളിലേക്ക് വരികയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു ഈ കൃപാസനം എന്താണെന്ന്. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോഴെനിക്ക് ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു. അപ്പോൾ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളെയും കൊണ്ടിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തെങ്കിലും കുറച്ച് നാൾ, ഒരാഴ്ച വരെയൊക്കെ വീണ്ടും ഈ തലകറക്കം ഉണ്ടായിരുന്നു മോൾക്ക്. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്തു തുടങ്ങി. മോൾക്ക് വെഞ്ചരിച്ച ഉപ്പ്, തേന്, തൈലം ഇതൊക്കെ തേച്ച് തുടങ്ങിയതിന് ശേഷം മോൾക്ക് പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു. ആ തലകറക്കം പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോഴന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ തനിക്ക് പറ്റിയില്ല. വീണ്ടും മോൾക്ക് ഇങ്ങനെ വന്നു തുടങ്ങി വൈകിയ സമയത്ത്. പിന്നീട് വന്നു അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു വിഷയമേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ മോൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി 4 പഫ് വെച്ച് ഉപയോഗിക്കും. സ്ഥിരം പഫ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്തു തുടങ്ങി. ഉപ്പ്, തൈലം, തേന് ഇതെല്ലാം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ ശ്വാസം മുട്ടലും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ആമവാദമുണ്ടായിരുന്നു. കാരണം അതിന് 1 വർഷം മുന്നേ തൊട്ട് ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങിയെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. തീർത്തും 2 മാസത്തോളം ഞാൻ ഒറ്റ കിടപ്പായിരുന്നു. ദേഹം മൊത്തം നീര് വന്നിട്ട് കാലും കൈവിരലും മൊത്തം അകന്ന് കിടക്കി നിന്ദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഹസ്ബൻഡ് വെളിയിലായിരുന്നു. പുള്ളി ജോലി ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു. എന്നിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മക്കളുടെ കാര്യം നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. അതിനുശേഷം എനിക്ക് നല്ല വ്യത്യാസം വന്നു തുടങ്ങി. കാലിൻ്റെ വേദന കുറച്ച് മാറിക്കിട്ടി. ദേഹത്തെ നീര് മാറിക്കിട്ടി. അപ്പം ഞാൻ നേർച്ച വസ്തുക്കളായ തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ എനിക്ക് ബ്ലീഡിങ് വന്നു തുടങ്ങി. നല്ല രീതിയിൽ ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം 6 മാസം വരെ മെഡിസിൻ ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനൊരു 4-5 മാസം വരെ മെഡിസിൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ തന്നെ അത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. ഉപ്പാണെങ്കിലും തേനാണെങ്കിലും തൈലവും എല്ലാം ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. 1 വർഷത്തോളം കഴിഞ്ഞ ശേഷം ഞാൻ പോയി സ്കാൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോഴെനിക്ക് യാതൊരു കുഴപ്പമായിട്ടുണ്ടായിരുന്നില്ല. ബ്ലീഡിങ്ങും പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എനിക്ക് ഇത്തോളം അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാനും മക്കളും ചേർന്നായിരുന്നു പുറത്ത് കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ, പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു. ഓരോ രോഗികൾക്ക് വേണ്ടി സഹായം ചെയ്യുമായിരുന്നു. അതുപോലെ അനാഥാലയങ്ങളിൽ ഞങ്ങൾ പോകുമായിരുന്നു, ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ വളർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ വായന, 1/2 മണിക്കൂർ ബൈബിൾ വായന മുടങ്ങാതെ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്ലഡ് കൂടും. പിന്നെ അത് ഷെയർ ചെയ്യും. ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കും, ധ്യാനം കൂടും. അങ്ങനെ ആത്മീയമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം
15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ഈശോ നൽകുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സെൽബി എന്ന ഈ മകളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. സെൽബിയുടെ കുടുംബത്തിൽ, സെൽബിക്കും മക്കൾക്കും അവരുടെ കുടുംബത്തിലുണ്ടായ വലിയ സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെയധികം നാളുകളായി വേദന അനുഭവിച്ചിരുന്ന, ജീവിതാസ്വാസ്ഥ്യം കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന ഇവർക്ക് പരിശുദ്ധ അമ്മ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ മറ്റാർക്കും സൗഖ്യപ്പെടാൻ സാധിക്കാതിരുന്ന അത്ഭുത സൗഖ്യങ്ങളാണ് ഇവരുടെ കുടുംബത്തിലുണ്ടായത്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ, ജീവിതഭാരത്തെ ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. സെൽബിയുടെ മകൾ സ്കൂളിലായിരുന്നപ്പോൾ ഇടയ്ക്കിടെ തലകറങ്ങി വീണുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സിന് പോലും മനസ്സിലാകാതിരുന്ന ഒരു വലിയ അസ്വസ്ഥത അവർക്കുണ്ടായി. ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഇവരിവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ ആ ഒരു അസ്വസ്ഥത നീങ്ങിപ്പോയി, സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സെൽബിക്ക് വളരെ നാളുകളായിട്ടുണ്ടായിരുന്ന ആമവാദം എന്ന അസുഖം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മകൾക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതീവ തീവ്രമായ ബ്ലീഡിംഗ് മൂലം യൂട്രസിലുണ്ടായിരുന്ന ഫൈബ്രോയിഡ് ഇവിടെ ഉണ്ടായിരുന്ന തൈലം പൂശി, നേർച്ച വസ്തുക്കളായ തൈലം പൂശി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം പ്രാപിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ഉടമ്പടി എന്നുള്ളത് ഒരു ഉടൻ പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമുക്ക് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം നേടിത്തരുന്നത്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം അൾത്താരയിൽ നാം സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അതല്ല അതിൻ്റെ അവസാന ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരം കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. ഉടമ്പടി നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. ഈശോ നമ്മെ ശാശ്വതമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അച്ചാരവും ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണിത്. നമുക്ക് ഈശോയെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുകയും ആ സാമീപ്യം നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. സെൽബിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.